Hi everyone, welcome to Commerce World. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി സെക്കൻഡ് സെമസ്റ്റർ എം.കോം അഡ്വാൻസ്ഡ് സ്ട്രാറ്റജിക് മാനേജ്മെന്റ് എന്ന സബ്ജക്റ്റിത്തെ നെക്സ്റ്റ് കൺസെപ്റ്റ് ആണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോണത്. സോ നെക്സ്റ്റ് കൺസെപ്റ്റ് ആണ്, അതായത് നിങ്ങൾക്ക് നെക്സ്റ്റ് മൊഡ്യൂൾ ആണ്, സെക്കൻഡ് മൊഡ്യൂൾ ആണ് എൻവയോൺമെന്റൽ അനാലിസിസ് എന്ന് പറയുന്നത്. സിമ്പിൾ ചാപ്റ്റർ ആണ്, നിങ്ങൾക്ക് കാര്യങ്ങൾ വന്നിട്ട് നിങ്ങൾക്ക് പഠിച്ചാൽ മനസ്സിലാവുന്ന ഒരു കാര്യങ്ങളാണ്. ഓക്കെ, സോ ഇതിൽ വരുന്ന പകുതി കാര്യങ്ങളും നമ്മൾ ഇതിന്റെ മുന്നിലത്തെ ഫസ്റ്റ് സെമ്മില് ബിസിനസ് എൻവയോൺമെന്റ് എന്ന സബ്ജക്റ്റിൽ ഡിസ്കസ് ചെയ്ത കാര്യങ്ങളാണ്. സോ ആ കാര്യങ്ങൾ വന്നിട്ട് ഞാൻ ഈ ചാപ്റ്ററിൽ വന്നിട്ട് കവർ ചെയ്യുന്നില്ല. ജസ്റ്റ് അത് എന്താന്നുള്ളത് മാത്രം പറയാം, നിങ്ങൾ അതൊന്ന് പഠിച്ചിട്ട് ഓക്കെ. ജസ്റ്റ് നിങ്ങൾ ഇതിന് മുന്നിൽ നോക്കിയതാണല്ലോ, അതാണ് ഇതിൽ വരുന്നത്. ഓക്കെ, സോ ഇതിൽ ആദ്യം വരുന്നത് ബിസിനസ് എൻവയോൺമെന്റ് പറഞ്ഞാൽ എന്താണ് എന്നുള്ളതാണ്. ഓക്കെ, സോ ഇത് നിങ്ങൾ പഠിച്ചതാണ്. ബിസിനസ് എൻവയോൺമെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഇതിൽ വരുന്ന മൈക്രോ എൻവയോൺമെന്റ്, മാക്രോ എൻവയോൺമെന്റ്, പിന്നെ അതേപോലെ തന്നെ ബിസിനസ് എൻവയോൺമെന്റ് ഫീച്ചേഴ്സ്. പിന്നെ വന്നിട്ട് നമ്മുടെ ടൈപ്സ് ഓഫ് എൻവയോൺമെന്റിലാണ് നമുക്ക് മൈക്രോ എൻവയോൺമെന്റും മാക്രോ എൻവയോൺമെന്റ് വരുന്നത്. മൈക്രോയിൽ വരുമ്പോൾ എന്തൊക്കെയാണ്, സപ്ലയർ, കസ്റ്റമർ, പിന്നെ അതേപോലെ തന്നെ കോമ്പറ്റീറ്റേഴ്സ്, മാർക്കറ്റിംഗ് ഇന്റർമീഡിയേറ്ററീസ്, ദെൻ ജനറൽ പബ്ലിക്, ഇതൊക്കെ മൈക്രോ. ദെൻ മാക്രോ ആകുമ്പോൾ എന്തൊക്കെയാണ്, എക്കണോമിക്കൽ എൻവയോൺമെന്റും പൊളിറ്റിക്കൽ ആൻഡ് ഗവൺമെന്റ്, ദെൻ അതേപോലെ തന്നെ സോഷ്യോ കൾച്ചറൽ എൻവയോൺമെന്റ്, ദെൻ ഇതിൽ വരുന്ന കാര്യമാണ് നാച്ചുറൽ എൻവയോൺമെന്റ്, ദെൻ ഡെമോഗ്രാഫിക് എൻവയോൺമെന്റ്, ഫിസിക്കൽ ആൻഡ് ടെക്നിക്കൽ എൻവയോൺമെന്റ് എന്നുള്ളതൊക്കെയാണ് ഇതിൽ വരുന്നത്. ഇതൊക്കെ ഇതിന്റെ മുന്നിലത്തെ സെമില് നിങ്ങൾ പഠിച്ചതാണല്ലോ. ഓക്കെ, സോ ഇത് ജസ്റ്റ് എന്താണെന്നുള്ളത് മാത്രം നിങ്ങളൊന്ന് നോക്കിയാൽ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ഇതിൽ വരുന്നതാണ് എൻവയോൺമെന്റൽ അനാലിസിസ് എന്ന് പറഞ്ഞാൽ എന്താണ് എന്നുള്ളത്. സോ ഈ എൻവയോൺമെന്റൽ അനാലിസിസ് എന്ന് പറഞ്ഞാൽ ഒരു ഓർഗനൈസേഷൻ വന്നിട്ട് ഒരു സ്ട്രാറ്റജിസ്റ്റിനെ വന്നിട്ട് അപ്പോയിന്റ് ചെയ്യും. സ്ട്രാറ്റജിസ്റ്റിനെ അപ്പോയിന്റ് ചെയ്തിട്ട് ഒരു ഓർഗനൈസേഷനിൽ വരുന്ന ഓപ്പർച്യൂണിറ്റീസും ത്രെഡ്സും വന്ന് എന്തൊക്കെയാണ് എന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്, എൻവയോൺമെന്റിലുള്ള ഓപ്പർച്യൂണിറ്റീസും ത്രെഡ്സും മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഒരു സ്ട്രാറ്റജിസ്റ്റിനെ അപ്പോയിന്റ് ചെയ്യും. ആ സ്ട്രാറ്റജിസ്റ്റ് വന്നിട്ട് ഇതൊക്കെ മനസ്സിലാക്കിയതിനു ശേഷം, ഇതിനെക്കുറിച്ചുള്ള ഇൻഫർമേഷൻസ് ഗ്യാദർ ചെയ്തതിനു ശേഷം ഇതിനെ വന്നിട്ട് മാനേജ്മെന്റിനടുത്ത് കൊണ്ടുവന്ന് സബ്മിറ്റ് ചെയ്യും. ഇൻഫർമേഷൻസും കാര്യങ്ങളൊക്കെ സബ്മിറ്റ് ചെയ്യും. അതിന്റെ ബേസിസിൽ വന്നിട്ട് ഒരു ഓർഗനൈസേഷൻ, നമ്മുടെ ബിസിനസ്, നമ്മുടെ ഓർഗനൈസേഷൻ എത്രത്തോളം ആ എൻവയോൺമെന്റിൽ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്, എത്രത്തോളം ത്രെഡ്സ് വരുന്നുണ്ട് എന്നുള്ളതിന് മനസ്സിലാക്കിയതിനു ശേഷം നടത്തുന്ന പ്രൊഡക്ഷൻ, അതേപോലെ തന്നെ മാനുഫാക്ചറിങ് കാര്യങ്ങൾ, ഡിസിഷൻ മേക്കിംഗ് എന്നുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിനെയാണ് എൻവയോൺമെന്റൽ അനാലിസിസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇതാണ് നമ്മുടെ എൻവയോൺമെന്റൽ അനാലിസിസ് എന്ന് പറയുന്നത്. സോ ദ എൻവയോൺമെന്റൽ അനാലിസിസ് ഇസ് ദ പ്രോസസ് ബൈ വിച്ച് സ്ട്രാറ്റജിസ്റ്റ് മോണിറ്റർ ദ എൻവയോൺമെന്റൽ ഫാക്ടേഴ്സ് ദാറ്റ് ഡിറ്റർമൈൻ ഓപ്പർച്യൂണിറ്റീസ് ഫോർ ആൻഡ് ത്രെഡ്സ് ഫോർ ദയർ ഫേം. സോ ഇതെന്ന് പറയുന്നത് മൊത്തം എക്സ്റ്റേണലി വരുന്നതാണ്, ഇന്റേണലി ഉള്ള ഓർഗനൈസേഷനെ അല്ല പറയുന്നത്. എക്സ്റ്റേണലി വരുന്നതാണ് ഈ ഓപ്പർച്യൂണിറ്റീസും ത്രെഡ്സ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ദ എൻവയോൺമെന്റ് ഇൻക്ലൂഡ് ദ ഫാക്ടേഴ്സ് outside the firm as well as the inside the firm which could lead to opportunities or threats to the firm. അതായത് ഇതിൽ മിക്കവാറും നമ്മൾക്ക് എക്സ്റ്റേണലി ആണ് വരുന്നത്, ചില കാര്യങ്ങളിലാണ് നമ്മൾക്ക് ഇന്റേണൽ ഓർഗനൈസേഷൻ റിലേറ്റഡ് ആയിട്ട് വരുന്നത്. മിക്കവാറും നമ്മുടെ എൻവയോൺമെന്റൽ അനാലിസിസിൽ വരുന്ന ഓപ്പർച്യൂണിറ്റീസും ത്രെഡ്സും വന്നിട്ട് നമ്മുടെ എക്സ്റ്റേണൽ ഓർഗനൈസേഷനിലൂടെ ഒരു എക്സ്റ്റേണൽ എൻവയോൺമെന്റിലൂടെ നമുക്ക് വരുന്നതായിരിക്കും. സോ then also thus the environment analysis tries out the sources of any opportunities or threats in order to break the whole part so as to examine the nature and interrelationship of the organization എന്നുള്ളതാണ് എൻവയോൺമെന്റൽ അനാലിസിസ് എന്ന് പറയുന്നത്. ദെൻ ഈ എൻവയോൺമെന്റൽ അനാലിസിസിനെ എഫക്ട് ചെയ്യുന്ന ചില ഫാക്ടേഴ്സ് എന്ന് പറയുമ്പോൾ ഒന്ന് വന്നിട്ട് നമ്മുടെ ബിസിനസിന്റെ ടൈപ്പ്, എന്ത് ടൈപ്പാണ് ബിസിനസ് നമ്മൾ ചെയ്യുന്നത്, അതിന്റെ ബേസിസിലായിരിക്കും നമുക്ക് ഓപ്പർച്യൂണിറ്റീസും ത്രെഡ്സും വരുന്നത് അല്ലെ. ദെൻ അതേപോലെ തന്നെ ബിസിനസ് സൈസ് എന്ന് പറയുമ്പോൾ ലാർജ് സ്കെയിൽ ഓർഗനൈസേഷൻ ആണോ അല്ലെങ്കിൽ സ്മോൾ സ്കെയിൽ ഓർഗനൈസേഷൻ ആണോ എന്നുള്ളതാണ്. ദെൻ അതേപോലെ തന്നെ ഏജ് ഓഫ് ദ ബിസിനസ് അതായത് നമ്മുടെ ഓർഗനൈസേഷന്റെ ഏജ് എത്രയാണ്, തുടങ്ങി എത്രത്തോളം കാലങ്ങളായി എന്നുള്ളതാണ് അതിൽ വരുന്നത്. ദെൻ നമ്മളുടെ ജിയോഗ്രഫിക് ഡയമെൻഷൻ ആണ്, ഓരോ ഓർഗനൈസേഷന്റെയും ജിയോഗ്രഫിക് ഡയമെൻഷൻസ് ആണ് ഇതിൽ പറയുന്നത്, അതായത് ബിസിനസ് ഓർഗനൈസേഷൻ ലൊക്കേറ്റ് ചെയ്തിട്ടുള്ള ആ ഏരിയ. ദെൻ നേച്ചർ ഓഫ് ദ എൻവയോൺമെന്റ്, എന്ത് ബേസിസിലാണോ നമ്മളുടെ എൻവയോൺമെന്റ് എന്നുള്ളതാണ് നേച്ചർ ഓഫ് ദ എൻവയോൺമെന്റ് എന്ന് പറയുന്നത്. ലൈക്ക് നമ്മളുടെ ഓർഗനൈസേഷണൽ ഫാക്ടേഴ്സ് എന്ന് പറയുമ്പോൾ ഒരു ഹോമോജീനിയസ് പ്രൊഡക്റ്റ് ആയിട്ടാണോ കൊണ്ടുവരുന്നത്, ഹോമോജീനിയസ് പ്രൊഡക്റ്റ് ആകുന്ന സമയത്ത് ഓർഗനൈസേഷൻ കൊടുക്കുന്ന സമയത്ത് മൊത്തം ഒരേ പ്രൊഡക്റ്റ് ആണെങ്കിൽ മറ്റേ എൻവയോൺമെന്റ് അതിന്റെ ആവശ്യമില്ലല്ലോ, ഇതിനെക്കാട്ടിലും ബെറ്റർ ആയിട്ട് വേറൊരു ഓർഗനൈസേഷന്റെ പ്രൊഡക്റ്റ് മേടിക്കാം. അതാണ് നേച്ചർ ഓഫ് ഓർഗനൈസേഷൻ എന്ന് പറയുന്നത്. ദെൻ ഫിലോസഫി ഓഫ് ദ സ്ട്രാറ്റജിസ്റ്റ്, ഓരോ സ്ട്രാറ്റജിസ്റ്റ് വന്നിട്ട് അവരവരുടെ ഫിലോസഫികൾ ഉണ്ടാകും. ഓപ്പർച്യൂണിറ്റീസും ത്രെഡ്സും മനസ്സിലാക്കി ഓർഗനൈസേഷനിലോട്ട് പറയുന്നത് ഈ ഫിലോസഫേഴ്സ് ആണ്. സോ സ്ട്രാറ്റജിസ്റ്റ് ആണ്, സ്ട്രാറ്റജിസ്റ്റ് ഫിലോസഫി എന്ന് പറയുമ്പോൾ ഓരോന്നും ഉണ്ടാകും. സോ അത് വന്നിട്ട് നമ്മൾക്ക് വരുന്ന ഒരു ഫാക്ടറാണ്. ഓക്കെ.
ഇതാണ് നമ്മളുടെ ഫാക്ടേഴ്സ്. ദെൻ നെക്സ്റ്റ് വരുന്നത് നമ്മളിവിടെ യൂസ് ചെയ്യുന്ന ടെക്നിക്സ് ആണ്. ഓക്കെ, ടെക്നിക്സ് എന്ന് പറയുമ്പോൾ ഒന്ന് വരുന്നത് സർവേ മെത്തേഡാണ്. സർവേ മെത്തേഡ് എന്ന് പറയുമ്പോൾ നമ്മുടെ ക്വസ്റ്റ്യനൈസ് ലൈക്ക് നമ്മൾ കൊടുക്കും, നമ്മൾ സർവേ ചെയ്യും, അതിലൂടെ നമ്മൾ ഇൻഫർമേഷൻസ് ഗ്യാദർ ചെയ്യും, അതിന്റെ ബേസിസിൽ നമ്മുടെ ഓപ്പോസിറ്റ്സും ത്രെഡ്സും മനസ്സിലാക്കും. ദെൻ ഹിസ്റ്റോറിക്കൽ മെത്തേഡ് എന്ന് പറയുമ്പോൾ നമ്മുടെ പാസ്റ്റ് ഇയറിലത്തെ എൻവയോൺമെന്റിന്റെ ബേസിസിൽ ഓർഗനൈസേഷന് എത്രത്തോളം ത്രെഡ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, എത്രത്തോളം ഓപ്പർച്യൂണിറ്റീസും കാര്യങ്ങളും ഉണ്ടായിരുന്നു എന്നുള്ളത് നമ്മൾ ഹിസ്റ്റോറിക്കലി ഉള്ള ഡേറ്റാസിന്റെ ബേസിസിൽ അനാലിസിസ് ചെയ്യുന്നതാണ്. ദെൻ ബിസിനസ് ബാരോമീറ്റേഴ്സ് എന്ന് പറയുമ്പോൾ നമ്മുടെ അറ്റ്മോസ്ഫിയർ തരുന്ന പ്രഷേഴ്സ് ആണ്, ലൈക്ക് നമ്മുടെ ഗവൺമെന്റോ അല്ലെങ്കിൽ പൊളിറ്റിക്കൽ പാർട്ടീസോ തരുന്ന പ്രഷേഴ്സിനെയാണ് നമ്മുടെ ബിസിനസ് ബാരോമീറ്റേഴ്സ് എന്ന് പറയുന്നത്. ദെൻ അനാലിസിസ് ഓഫ് ടൈം സീരീസ് ആണ്. ടൈം സീരീസ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഹിസ്റ്റോറിക്കൽ സീരീസും അതേപോലെ തന്നെ ഇപ്പോൾ ഉള്ള സീരീസ് ലൈക്ക് നമ്മുടെ സീസണലിൽ വരുന്ന വേരിയേഷൻസ്, സൈക്ലിക്കൽ വേരിയേഷൻസ് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മളുടെ ടൈം അനാലിസിസിൽ വരുന്നത്. ദെൻ എക്സ്ട്രാപ്പുലേഷൻ എന്ന് പറയുമ്പോൾ ഇതും ടൈമിന്റെ ബേസിസിൽ വരുന്നതാണ്. ഇതെന്ന് പറയുമ്പോൾ ഒരു ബിഹേവിയറിലൂടെ വരുന്നതാണ്. ബിഹേവിയർ ഓഫ് ദ സീരീസ് ഇൻ ദ ആൻഡ് ഓൺ ഇറ്റ്സ് ബേസിസ് പ്രൊജക്ട് ഓൺ ദ സെയിം ട്രെൻഡ് ഇൻ ദ ഫ്യൂച്ചർ. സോ അതാണ് എക്സ്ട്രാപ്പുലേഷൻ മെത്തേഡ് എന്ന് പറയുന്നത്. ദെൻ റിഗ്രഷൻ അനാലിസിസ് ആണ്. റിഗ്രഷൻ അനാലിസിസ് എന്ന് പറഞ്ഞാൽ എന്ത്? ടു ഫൈൻഡ് ഔട്ട് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദ ടു വേരിയബിൾസ് എന്നുള്ളതാണ്. ഇപ്പോൾ ഓപ്പർച്യൂണിറ്റീസും ത്രെഡ്സും ആണ് രണ്ട് വേരിയബിൾസ് ആണെങ്കിൽ ഇത് രണ്ടും തമ്മിലുള്ള റിലേഷൻഷിപ്പ് മനസ്സിലാക്കുക എന്നുള്ളതാണ് റിഗ്രഷൻ അനാലിസിസ് എന്ന് പറയുന്നത്. ദെൻ ഇതിലൂടെ നമ്മുടെ ഓർഗനൈസേഷനിൽ ഡിസിഷൻ മേക്കിങ്ങിനും അതേപോലെ തന്നെ മറ്റുള്ള കാര്യങ്ങൾക്ക് യൂസ് ചെയ്യുക എന്നുള്ളതാണ്. ദെൻ നെക്സ്റ്റ് വരുന്നത് ഡെൽഫി ടെക്നിക് ആണ്. ഡെൽഫി ടെക്നിക് എന്ന് പറയുമ്പോൾ ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ വന്നിട്ട് അവിടെ ഇന്റർഫിയർ ചെയ്തിട്ടുണ്ടാകും. ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ഉള്ളതാണ് ഡെൽഫി ടെക്നിക് എന്ന് പറയുന്നത്. പക്ഷെ ഇവർ കാര്യങ്ങളും ഡിസിഷൻ മേക്കിംഗ് എല്ലാ കാര്യങ്ങളും ചെയ്യും, പക്ഷെ ഇവർക്ക് വന്നിട്ട് ഫേസ് ടു ഫേസ് ഇന്ററാക്ഷൻ ഉണ്ടാവില്ല. അതുപോലെ തന്നെ ആരാരും എന്നറിയാം, പക്ഷെ പേരറിയാം, എന്നാലും ആരാരും എന്നുള്ളത് അറിയാതെ വരുന്നില്ലേ, അതാണ് ഈ ഡെൽഫി ടെക്നിക്കിലൂടെ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ദെൻ ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട് അനാലിസിസ്. ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട് അനാലിസിസ് എന്ന് പറയുമ്പോൾ നമ്മൾ ഓൾറെഡി ഒരു ഇൻപുട്ട് കൊടുത്തിട്ടുണ്ടാകും. ലൈക്ക് ഒരു റിസോഴ്സസ് യൂസ് ചെയ്തിട്ടാണ് നമ്മളൊരു പ്രൊഡക്ഷൻ നടത്തുന്നത് എന്നാണെങ്കിൽ നമ്മൾ കൊടുത്ത ആ റിസോഴ്സസിന്റെ ബേസിസിൽ ഔട്ട്പുട്ട് നമുക്ക് ഇത്രത്തോളം കിട്ടും എന്നുള്ളത് നമ്മൾ അനാലിസിസ് ചെയ്യുന്നതിനെയാണ് ഈ ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട് അനാലിസിസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയാണ് നമ്മളുടെ ടെക്നിക്സ് ആയിട്ട് വരുന്നത്, എൻവയോൺമെന്റൽ അനാലിസിസിന്റെ ടെക്നിക്സ് ആയിട്ട് വരുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് വരുന്നത് ഇതിന്റെ ലിമിറ്റേഷൻസ് ആണ്. ലിമിറ്റേഷൻസ് എന്ന് പറയുമ്പോൾ ഇത് മൊത്തം ഒരു അസംഷന്റെ ബേസിസിൽ വരുന്നതാണ്. ഓക്കെ, നമ്മൾ ഫോർകാസ്റ്റ് ചെയ്യുന്ന കാര്യങ്ങളെല്ലാം ഒരു അസംഷൻ ആണ്. സോ അതെന്ന് പറയുന്ന ഒരു ലിമിറ്റേഷൻസ് ആണ്. നമ്മുടെ അസംഷൻ എല്ലാപ്പോഴും ശരിയാവണം എന്നില്ലല്ലോ, സോ അതും ഒരു ലിമിറ്റേഷൻ ആണ്. അതേപോലെ തന്നെ അതായത് ഫ്യൂച്ചറിൽ വരുന്ന ഒരു ട്രെൻഡിന്റെ ബേസിസിലാണ് നമ്മൾ നോക്കുന്നത്. ഇപ്പോൾ ഉള്ള ഹ്യൂമൻ ബീയിങ് ഫ്യൂച്ചറിലോട്ട് ഇതേപോലെ തന്നെ ചിന്തിക്കുമെന്ന് നമുക്ക് പറയാൻ പറ്റുമോ? ഇല്ല. സോ അതും ഒരു ലിമിറ്റേഷൻസ് ആണ്. ദെൻ അതേപോലെ തന്നെ ടൈമും കോസ്റ്റും ഇപ്പോൾ ഉള്ള പൈസന്റെ മൂല്യം തന്നെ ഇനി ഒരു 10 കൊല്ലം കഴിഞ്ഞിട്ട് ഉണ്ടാവണം എന്നില്ല. സോ അതും ഒരു ലിമിറ്റേഷൻസ് ആണ്. അതേപോലെ തന്നെ ടൈം, ഇപ്പൊ നമുക്ക് 1 മണിക്കൂറിൽ ചെയ്ത് പറ്റാൻ തീരുന്ന കാര്യങ്ങൾ ഇനി ഒരു 10 കൊല്ലം കഴിയുമ്പോൾ അത് 1 മണിക്കൂറിൽ ചെയ്ത് പറ്റണം എന്നില്ല. അതേപോലെ തന്നെ 1 മണിക്കൂറിൽ കൂടുതലാവാം കുറവാകാം, അതും ഒരു ലിമിറ്റേഷൻ ആണ്. ഓക്കെ, ഈ 3 ലിമിറ്റേഷൻ ആണ് പറയുന്നത്. ദെൻ നെക്സ്റ്റ് വരുന്നത് EDOP ആണ്, എക്സ്റ്റേണൽ ഓപ്പർച്യൂണിറ്റീസ് ത്രെഡ്സ് എന്നുള്ളതാണ് ഇതിനെ നമ്മൾ പറയുന്നത്. ഓക്കെ, എക്സ്റ്റേണൽ ഓപ്പർച്യൂണിറ്റീസ് ത്രെഡ്സ് എന്ന് പറയുന്നത്. സോ ഇതെന്ന് പറയുന്നത് നമ്മളുടെ എൻവയോൺമെന്റിന്റെ ടൈം അനാലിസിസിന്റെ ബേസിസിൽ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് നമ്മുടെ എക്സ്റ്റേണൽ ഓപ്പർച്യൂണിറ്റീസും ത്രെഡ്സും നമ്മൾ മനസ്സിലാക്കുന്നതാണ്. ലൈക്ക് നമ്മുടെ ഹിസ്റ്റോറിക്കൽ ബേസിസിലോ അല്ലെങ്കിൽ ഇപ്പോൾ ഉള്ള കറന്റ് ബേസിസിലോ അല്ലെങ്കിൽ ഫ്യൂച്ചർ ബേസിസിലോ നമ്മളുടെ ഓപ്പർച്യൂണിറ്റീസും ത്രെഡ്സും നമ്മൾ എക്സ്റ്റേണലി മനസ്സിലാക്കുന്നതാണ് ഈ എക്സ്റ്റേണൽ ഓപ്പർച്യൂണിറ്റീസ് ആൻഡ് ത്രെഡ്സ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇതിലൂടെ നമുക്ക് ഓരോ കാര്യങ്ങളും നമ്മൾ സമ്മറൈസ് ചെയ്തിട്ട് വേരിയസ് സെക്ടേഴ്സിനെ കൂടി നമ്മൾ സമ്മറൈസ് ചെയ്യും. ഓക്കെ, ഒരു സെക്ടറിനെ മാത്രമല്ലാതെ വേരിയസ് സെക്ടറിന്റെ സമ്മറൈസ് ചെയ്തിട്ട് നമ്മൾ അതിന്റെ ബേസിസിൽ നമ്മൾ ഡിസിഷൻ മേക്കിങ്ങും കാര്യങ്ങളും സ്ട്രാറ്റജീസും സെറ്റ് ചെയ്യുന്നതാണ് ഈ EDOP എന്ന് നമ്മൾ പറയുന്നത്. ഓക്കെ, സോ ഇതെന്ന് പറയുന്നത് നമ്മൾ ഒന്ന് വന്നിട്ട് നമ്മുടെ എൻവയോൺമെന്റൽ അനാലിസിസിന്റെ ബേസിസിലാണ് നമ്മൾ ചെയ്യേണ്ടത്. ലൈക്ക് നമ്മുടെ എൻവയോൺമെന്റിലുള്ള ഫാക്ടേഴ്സിന്റെ ബേസിസ്, ലൈക്ക് നമ്മുടെ മോണിറ്ററി പോളിസി, ഫിസിക്കൽ പോളിസി എന്നുള്ള അതിന്റെ അനാലിസിസ് നടത്തിയിട്ട് ചെയ്യും. ദെൻ അതിനുശേഷം എൻവയോൺമെന്റിൽ അസിസ്റ്റ് ചെയ്യുന്ന കുറച്ച് ഫാക്ടേഴ്സ്, ലൈക്ക് നമ്മളുടെ ക്വാണ്ടിറ്റേറ്റീവ് ഫാക്ടേഴ്സ് ആയിട്ടുള്ള ഹൈ ഓർ മീഡിയം ലോ ഫാക്ടേഴ്സ് ആയിട്ടുള്ള കുറെ ഫാക്ടേഴ്സ് ഉണ്ടാകും, അത് നമ്മൾ സെറ്റപ്പ് ചെയ്തിട്ട് ചെയ്യും. ദെൻ അതിനുശേഷം ഈ നേച്ചറിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടുള്ളത്, പെട്ടെന്ന് ഒരു ഫ്ലഡ് വന്നു കഴിഞ്ഞാൽ അങ്ങോട്ട് പോകും എന്നുള്ളതിന്റെ ബേസിസിൽ നമ്മൾ നോക്കും. അതേപോലെ തന്നെ ഒരു ഫ്ലഡ് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഓർഗനൈസേഷൻ നമുക്ക് നിർത്താൻ പറ്റും എന്നുള്ളതിന്റെ ബേസിൽ, അതിന്റെ രണ്ടിന്റെ ബേസിൽ നോക്കിയതിനു ശേഷം നമ്മൾ സെറ്റ് ചെയ്യുന്നതാണ്. ദെൻ അതിനുശേഷം ഇതിൽ വരുന്നതാണ് ഫാക്ടേഴ്സ്. അപ്പൊ 2 ത്രെഡ്സ് ആണ് നമ്മുടെ ഓർഗനൈസേഷനിൽ ഉണ്ടെന്നാണെങ്കിൽ ആ 2 ത്രെഡ്സിനെയും കമ്പൈൻ ചെയ്തിട്ട് അതിന്റെ ഒരു പിക്ചർ നമ്മൾ നോക്കിയിട്ട് അതിന്റെ ബേസിസിൽ ഇതിനെ എത്രത്തോളം നമുക്ക് ഓവർകം ചെയ്ത് വരാൻ പറ്റും എന്നുള്ളതാണ് ഇതിൽ പറയുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയാണ് നമ്മൾക്ക് ഇതിൽ വരുന്നത് EDOPയിൽ. ദെൻ നെക്സ്റ്റ് വരുന്നത് ഈ എൻവയോൺമെന്റൽ അനാലിസിസിൽ വരുന്ന സ്കോപ്പ് ആണ്. എൻവയോൺമെന്റൽ അനാലിസിസിൽ വരുന്ന സ്കോപ്പ് എന്ന് പറയുമ്പോൾ 2 എണ്ണമാണ്, ഇന്റേണൽ ആസ് വെൽ ആസ് എക്സ്റ്റേണൽ എൻവയോൺമെന്റ് ആണ് നമുക്ക് വരുന്നത്. ഇന്റേണൽ എന്ന് പറയുമ്പോൾ എന്താണ്? നമ്മുടെ ഓർഗനൈസേഷന്റെ ഉള്ളിൽ വരുന്ന കാര്യങ്ങളൊക്കെയാണ്. ലൈക്ക് നമ്മുടെ ഓർഗനൈസേഷനിൽ വരുന്ന നമ്മുടെ ഷെയർ ഹോൾഡേഴ്സ്, എംപ്ലോയീസ്, അതേപോലെ തന്നെ ഓർഗനൈസേഷന്റെ
ഓർഗനൈസേഷന്റെ ഫിനാൻഷ്യൽ പോളിസീസ്, അവരുടെ ഡിസിഷൻസ്, അവരുടെ ഒബ്ജക്റ്റീവ്സ്, ഇതൊക്കെയാണ് ഇന്റേണൽ. എക്സ്റ്റേണൽ എന്ന് പറയുമ്പോൾ എന്തൊക്കെയാണ്? എക്സ്റ്റേണൽ എന്ന് പറയുമ്പോൾ നമ്മുടെ ഗവൺമെന്റ്, എക്സ്റ്റേണൽ എന്ന് പറയുമ്പോൾ ഗവൺമെന്റ് പോളിസീസ്, അതുപോലെ തന്നെ പൊളിറ്റിക്കൽ പാർട്ടീസിന്റെ പ്രഷേഴ്സ് എന്നുള്ളതൊക്കെയാണ് ഇതിൽ വരുന്നത്. സോ ഇത് എന്തൊക്കെയാന്ന് പറയുമ്പോൾ ഒന്ന് വന്നിട്ട് എക്കണോമിക് എൻവറോൺമെന്റ്. ഇത് നിങ്ങൾ പഠിച്ചതാണ്, അതിന്റെ ബേസിസിൽ തന്നെ നിങ്ങൾ ഇത് പഠിച്ചാൽ മതി. ഓക്കെ, ഞാൻ ജസ്റ്റ് പോയിന്റ് പറഞ്ഞു പോകാം, നിങ്ങളൊന്നത് പഠിക്കുക. നിങ്ങൾ ഇതിന്റെ മുന്നിൽ പഠിച്ച സെയിം പോയിന്റ് ആണ്. ഓക്കെ, സോ എക്കണോമിക് എൻവറോൺമെന്റ്, സോഷ്യൽ എൻവറോൺമെന്റ്, ഡെമോഗ്രാഫിക് എൻവറോൺമെന്റ്, പൊളിറ്റിക്കൽ ആൻഡ് ഗവൺമെന്റ് എൻവറോൺമെന്റ്, ദെൻ ടെക്നോളജിക്കൽ എൻവറോൺമെന്റ് ആണ് ഇതിൽ വരുന്നത്. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മൾക്ക് അതിൽ നോക്കാനായിട്ട് വരുന്നത്. ദെൻ നെക്സ്റ്റ് വരുന്നത് എൻവറോൺമെന്റൽ സ്കാനിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ് എന്നുള്ളതാണ്. ഓക്കെ, നിങ്ങൾ ജസ്റ്റ് ഈ ഹെഡിങ് മാത്രം ഇതിൽ പഠിച്ചു വെക്കുക, അതിന്റെ ഉള്ളിലുള്ള കാര്യങ്ങൾ നിങ്ങളായിട്ട് എഴുതിയാൽ മതി. ഓക്കെ, അത്രയേ ഉള്ളൂ ഇതിൽ പറയാനായിട്ട്. ദെൻ എൻവറോൺമെന്റൽ സ്കാനിംഗ്, അതുപോലെ തന്നെ എൻവറോൺമെന്റൽ അനാലിസിസ്, ദെൻ എൻവറോൺമെന്റൽ ഡയഗ്നോസിസ്, കുറെ കൺസെപ്റ്റ് ഉണ്ട്. ആ കൺസെപ്റ്റ് എന്താണെന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ അതിൽ വരുന്ന ഫാക്ടേഴ്സും ലിമിറ്റേഷൻസും അഡ്വാൻറ്റേജസും ഒക്കെ നിങ്ങൾക്ക് തന്നെ എഴുതാൻ പറ്റാവുന്നതാണ്. ഓക്കെ, സോ നമുക്ക് നെക്സ്റ്റ് വരുന്നത് എന്താണ്? എൻവറോൺമെന്റൽ സ്കാനിങ് എന്നുള്ളതാണ്. എൻവറോൺമെന്റൽ സ്കാനിങ് എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഇവിടെ നമ്മളുടെ ഇന്റേണൽ ആസ് വെൽ as എക്സ്റ്റേണൽ എൻവറോൺമെന്റിന്റെ ഓപ്പർച്യൂണിറ്റീസും ത്രെഡ്സും വന്നിട്ട് മനസ്സിലാക്കുന്നത് ആരാണെന്ന് വെച്ചാൽ ഓർഗനൈസേഷൻ തന്നെയാണ് അവിടെ മോണിറ്ററിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അവിടെ വന്നിട്ട് ഒരു സ്ട്രാറ്റജിസ്റ്റിനെ അപ്പോയിന്റ് ചെയ്തു. പക്ഷെ ഇവിടെ അങ്ങനെയല്ല, ഇന്റേണലിലും അതേപോലെ തന്നെ എക്സ്റ്റേണലിലും വരെ എല്ലാ കാര്യങ്ങളും മോണിറ്റർ ചെയ്യണതും അസസ് ചെയ്യണതും പ്രോസസ് ചെയ്യണതും അനാലിസിസ് ചെയ്യണതും എല്ലാം വന്നിട്ട് ഒരു ഓർഗനൈസേഷൻ ആണ്. ഓർഗനൈസേഷൻ ആണ് ഇതിന്റെ ഫ്യൂച്ചർ ബേസിസിൽ നോക്കുന്നതും അതേപോലെ തന്നെ ഫ്യൂച്ചറിസ്റ്റിക്കിൽ വരുന്ന സമയത്ത് എന്തൊക്കെയാണ് പ്രോബ്ലംസ് നമ്മുടെ ഓർഗനൈസേഷനിൽ വരുന്നത് എന്നുള്ളത് നോക്കുന്നത് എല്ലാം നമ്മുടെ ഓർഗനൈസേഷൻ തന്നെയാണ്. ഓക്കെ, അതേപോലെ തന്നെ എന്തൊക്കെ ഇൻഫോർമേഷൻസ് ഇവർ കളക്ട് ചെയ്യുന്നു അത് മൊത്തം കളക്ട് ചെയ്യുന്നതും ഈ ഓർഗനൈസേഷൻ ആണ്, അല്ലാതെ ഒരു പുതിയ പേഴ്സൺസിനെ ഒന്നും അപ്പോയിന്റ് ചെയ്യുന്നില്ല. ഓക്കെ, സോ നമുക്ക് എങ്ങനെയൊക്കെയാണ് ഒരു എൻവറോൺമെന്റൽ സ്കാനിങ് നടത്തുന്ന സമയത്ത് ഒരു ഓർഗനൈസേഷൻ ഇൻഫോർമേഷൻസും കാര്യങ്ങളും ഗ്യാദർ ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ എന്തൊക്കെ സോഴ്സസ് ആയിരിക്കും എന്ന് പറയുമ്പോൾ ഒന്ന് വന്നിട്ട് വെർബൽ ഇൻഫോർമേഷൻസിലൂടെ കിട്ടുന്നതാണ്. ലൈക്ക് നമ്മുടെ ഓഡിയോ വിഷ്വൽസിലൂടെയോ മീഡിയാസിലൂടെയോ സപ്ലൈസിലൂടെയോ സെയിൽസ്മാൻസിലൂടെയോ അല്ലെങ്കിൽ റീറ്റെയിലേഴ്സ്, ഹോൾസെയിലേഴ്സ് അവരിലൂടെ നമുക്ക് കിട്ടുന്നതാണ് ആദ്യത്തെ. ദെൻ നമ്മുടെ റിട്ടേൺ ഡോക്യുമെന്ററി ആയിട്ടുള്ള ന്യൂസ് പേപ്പേഴ്സിലൂടെയോ ജേർണൽസ് ആയിട്ടോ അല്ലെങ്കിൽ റിപ്പോർട്ട്സ് ആയിട്ടോ കിട്ടുന്നതാണ് രണ്ടാമത്തെ. ദെൻ നമ്മുടെ ഇൻഫോർമേഷൻസ് ഫ്രം MIS-ലൂടെ നമുക്ക് കിട്ടുന്നതാണ്. ഓക്കെ, മാനേജ്മെന്റ് ഇൻഫർമേഷൻ സിസ്റ്റത്തിലൂടെ കിട്ടുന്നത്. ദെൻ ഫോർകാസ്റ്റിംഗ് റിപ്പോർട്ട്സിലൂടെ നമുക്ക് കിട്ടുന്നതൊക്കെയാണ് എൻവറോൺമെന്റൽ സ്കാനിംഗ് സോഴ്സസ് ആയിട്ട്. ദെൻ നെക്സ്റ്റ് വരുന്നത് ഇതിനെ വന്നിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫോഴ്സസ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ പോയിന്റ്സ് വന്നിട്ട് എങ്ങനെയാണെന്നാൽ നേച്ചർ ഓഫ് ദ ബിസിനസ്, അതായത് നമ്മുടെ ബിസിനസിന്റെ നേച്ചർ, ദെൻ ഏജ്, ദെൻ സൈസ്, ദെൻ ഇൻഫ്ലുവൻസ് ഓഫ് ബിസിനസ് ഓർഗനൈസേഷൻ, നമ്മളുടെ ബിസിനസ് ഓർഗനൈസേഷനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ചില ഫോഴ്സസ്. ഓക്കെ, അതേപോലെ തന്നെ ജിയോഗ്രഫിക് ഡയമെൻഷൻ, വൊളാറ്റിലിറ്റി ഓഫ് എൻവറോൺമെന്റ്. വൊളാറ്റിലിറ്റി ഓഫ് എൻവറോൺമെന്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ നേച്ചർ എൻവറോൺമെന്റിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് വരുന്നതാണ്. ഓക്കെ, വൊളാറ്റിലിറ്റി എന്ന് പറയുമ്പോൾ. ദെൻ മാനേജീരിയലിന്റെ ആറ്റിറ്റ്യൂഡ്സ്, അവർ ഒരു കാര്യം എംപ്ലോയീസിനോട് പറഞ്ഞാലേ അവർ ചെയ്യൂ, അല്ലെങ്കിൽ നീ പോയി ചെയ്യുന്നു പറഞ്ഞാൽ അവർ ചെയ്യൂ ഇല്ല. സോ അവരുടെ ആറ്റിറ്റ്യൂഡ്, അതേപോലെ തന്നെ മാനേജേഴ്സിന്റെ കാലിബസ്, അതായത് അവരുടെ നോളേജ്, അവരുടെ എക്സ്പീരിയൻസ് എന്നുള്ളതൊക്കെയാണ് ഇതിൽ വരുന്നത്. ഓക്കെ, ഇതാണ് നമ്മുടെ സ്കാനിങ്ങിൽ വരുന്നത്. ദെൻ നെക്സ്റ്റ് വരുന്നത് ഇതിന്റെ ടെക്നിക്സ് ആണ്. ടെക്നിക്സ് എന്ന് പറയുമ്പോൾ ഒന്ന് വന്നിട്ട് ഇൻഫർമേഷൻ ഗ്യാതറിംഗ് ആണ്. ഇൻഫർമേഷൻ ഗ്യാതറിംഗ് എന്ന് പറയുമ്പോൾ ഓർഗനൈസേഷൻ തന്നെ ഒരു എൻവറോൺമെന്റ് എന്താന്നുള്ളത് മനസ്സിലാക്കിയിട്ട് അവരുടെ എൻവറോൺമെന്റ് ഇൻഫർമേഷൻസ് ഗ്യാദർ ചെയ്യുക, വെർബലായിട്ടോ റിട്ടൺ ആയിട്ടോ ഗ്യാദർ ചെയ്യുക. ഗ്യാദർ ചെയ്തതിനു ശേഷം അതിന്റെ ബേസിസിൽ അവർ ഓരോ കാര്യങ്ങളും ചെയ്യുക എന്നുള്ളതാണ്. ആരിലൂടെയൊക്കെയാണ് ഇവരുടെ ഇൻഫർമേഷൻസ് ഗ്യാദർ ചെയ്യുന്നത് വെച്ചാൽ ഒന്നില്ലെങ്കിൽ ഹോൾസെയിലേഴ്സിലൂടെ, കസ്റ്റമേഴ്സിലൂടെ, ബ്രോക്കേഴ്സ്, അതുപോലെ തന്നെ സപ്ലയേഴ്സ്, അതേപോലെ തന്നെ എംപ്ലോയീസ്, ബാങ്കേഴ്സ്, ഗവൺമെന്റ്, സ്റ്റോക്ക് കീപ്പർ. സോ അങ്ങനെ എല്ലാവരുടെ അടുത്ത് നിന്നും ഇൻഫർമേഷൻസ് ഗ്യാദർ ചെയ്തിട്ട് വേണം അവരുടെ ഓപ്പർച്യൂണിറ്റീസും ത്രെഡ്സും വന്നിട്ട് ഒരു ഓർഗനൈസേഷൻ മനസ്സിലാക്കുന്നതെന്നാണെങ്കിൽ അതാണ് ഈ ഇൻഫർമേഷൻ ഗ്യാദറിംഗ്. ദെൻ സ്പൈയിങ് ആണ്. സ്പൈയിങ് എന്ന് പറയുമ്പോൾ ഒരു സ്പെഷ്യലിസ്റ്റ് ആയിട്ടുള്ള സ്പൈനെ ആയിരിക്കും നമ്മൾ മനസ്സിലാക്കാനായിട്ട് വിടുന്നത്. ഇപ്പൊ ഒരു എംപ്ലോയീസിന്റെ ഒരു ഗ്രൂപ്പിൽ തന്നെ നമ്മളുടെ മാനേജ്മെന്റിലുള്ള ഒരു പേഴ്സണിനെ കൊണ്ടുപോയി വിടുക. വിട്ടതിന് ശേഷം അവർ എന്താണ് ഈ ഓർഗനൈസേഷനെ കുറിച്ച് വിചാരിക്കുന്നത് എന്നുള്ളത് നമ്മൾ അറിയാനായിട്ട് നമ്മൾ ഒരു സ്പൈ നമ്മൾ വെക്കില്ലേ. അതേപോലെ തന്നെ ഈ സ്പൈയിങ് എന്ന് പറയുന്നതൊക്കെ പക്ഷെ ഈ പേഴ്സൺ പ്രൊഫഷണൽ പേഴ്സൺ ആയിരിക്കും. ഓക്കെ, നെക്സ്റ്റ് വരുന്നത് ഫോർകാസ്റ്റിംഗ് ആണ്. ഫോർകാസ്റ്റിംഗ് എന്ന് പറയുന്നത് നമ്മുടെ ഫ്യൂച്ചർ ബേസിസിനെ കുറിച്ച്, നമ്മുടെ ഓർഗനൈസേഷൻ ഫ്യൂച്ചറിലോട്ട് എങ്ങനെയൊക്കെ ആവണം എന്നുള്ളതിനെ കുറിച്ച് നമ്മൾ ഫോർകാസ്റ്റ് ചെയ്യുന്നതാണ് ഫോർകാസ്റ്റിംഗ് എന്ന് പറയുന്നത്. അപ്പൊ ഇത്രയാണ് ടെക്നിക്സിൽ വരുന്നത്. ദെൻ ഇതിൽ വരുന്ന പ്രിൻസിപ്പിൾസ് ആണ്. പ്രിൻസിപ്പിൾ ഓഫ് ലിങ്കേജ്, പ്രിൻസിപ്പിൾ ഓഫ് പേർപ്പസ്, പ്രിൻസിപ്പിൾ ഓഫ് കൾച്ചർ, പ്രിൻസിപ്പിൾ ഓഫ് സപ്പോർട്ട് എന്ന് പറയുന്നത്. ഇത് ജസ്റ്റ് നിങ്ങൾ എന്താണെന്നുള്ളത് നോക്കിയാൽ മതി. ഓക്കെ, ദെൻ ഇതിൽ നെക്സ്റ്റ് വരുന്ന കൺസെപ്റ്റ് ആണ് എൻവറോൺമെന്റൽ ഡയഗ്നോസിസ് എന്ന് പറയുന്നത്. എൻവറോൺമെന്റൽ ഡയഗ്നോസിസ് എന്ന് പറയുന്നത് ഒരു മെഡിക്കൽ ഫീൽഡിൽ യൂസ് ചെയ്യുന്നതാണ്. ഓക്കെ, ഒരു സയൻസ് ഫീൽഡിൽ യൂസ് ചെയ്യുന്നതാണ് ഈ എൻവറോൺമെന്റൽ ഡയഗ്നോസിസ് എന്ന് പറയുന്നത്.
ഇപ്പൊ നമ്മളുടെ മെഡിക്കൽ ഫീൽഡിൽ നമ്മൾക്കൊരു ഡിസീസ് ഉണ്ട്. ആ ഡിസീസ് എന്താന്നുള്ളത് നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്തു. ഫൈൻഡ് ഔട്ട് ചെയ്തതിനു ശേഷം നമ്മൾക്കൊരു മെഡിസിൻ തരികയാണ്. മെഡിസിൻ തരുന്നത് മാത്രമല്ലാതെ ഇത് എന്തുകൊണ്ടാണ് ഈ ഡിസീസ് വന്ന് എന്നുള്ളത് കൂടി നമ്മൾക്ക് പറഞ്ഞു തരും. ഓക്കെ, ഇതാണ് നമ്മുടെ സയൻസിന്റെ ബേസിസിൽ പറയുകയാണെങ്കിൽ. നമ്മുടെ ഓർഗനൈസേഷന്റെ ബേസിസിൽ പറയുകയാണെങ്കിൽ ഇപ്പൊ നമ്മുടെ ഓർഗനൈസേഷനിൽ ഒരു ത്രെഡ് ഉണ്ട്. ത്രെഡിന്റെ കൂടെ തന്നെ നമ്മൾ ഇതിന് വരുന്ന ഓപ്പർച്യൂണിറ്റീസും ഫൈൻഡ് ഔട്ട് ചെയ്തു. ഓപ്പർച്യൂണിറ്റീസ് ഫൈൻഡ് ഔട്ട് ചെയ്തതിനു ശേഷം ഈ ഓപ്പർച്യൂണിറ്റീസും ത്രെഡ്സും എന്തിലൂടെയാണ് വരുന്നത് എന്നുള്ളത് കൂടി നമ്മൾ മനസ്സിലാക്കുന്നതാണ് ഈ എൻവയോൺമെന്റൽ ഡയഗ്നോസിസ് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ ഇതിൽ വരുന്ന സ്റ്റെപ്സ് ആണ്. എൻവയോൺമെന്റൽ ഡയഗ്നോസിസ് ചെയ്യുകയാണെങ്കിൽ ഇതിന് സ്റ്റെപ്സ് ഉണ്ട്. ഒന്ന് വന്നിട്ട് ആദ്യം ഇന്റേണൽ ഫാക്ടേഴ്സ് എന്താന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. നമ്മുടെ ഇന്റേണൽ ഓർഗനൈസേഷനിലുള്ള ഫാക്ടേഴ്സ് ഒക്കെ നമ്മൾ ഐഡന്റിഫൈ ചെയ്യുക. ഐഡന്റിഫൈ ചെയ്തതിനു ശേഷം ഇതിന്റെ ഒരു ഹിസ്റ്റോറിക്കൽ അനാലിസിസ് കൂടി നടത്തുക. അതായത് ഇതിന്റെ മുന്നിലത്തെ ഓർഗനൈസേഷൻ എങ്ങനെയൊക്കെയാണെന്നുള്ളത് നമുക്ക് അറിയാലോ. സോ ആ ഹിസ്റ്റോറിക്കൽ അനാലിസിസ് നമ്മൾ നടത്തുക, നമ്മൾക്ക് അറിയാൻ വേണ്ടിയിട്ട്. ദെൻ ഇവാലുവേഷൻ അനാലിസിസ് ആണ്. ഇവാലുവേഷൻ അനാലിസിസ് എന്ന് പറയുമ്പോൾ ഈ ഹിസ്റ്റോറിക്കൽ അനാലിസിസിന് ശേഷം നമ്മൾ ഇപ്പോൾ ഉള്ള സക്സസ് ഫാക്ടേഴ്സും അതേപോലെ തന്നെ ഇതിന്റെ മുന്നിൽ ഉണ്ടായിരുന്ന സക്സസ് ഫാക്ടേഴ്സും വെച്ചൊരു ഇവാലുവേഷൻ അനാലിസിസ് നടത്തുക. ദെൻ അതിനുശേഷം ഒരു കോമ്പിറ്റേറ്റീവ് അനാലിസിസ് നടത്തുക. കോമ്പിറ്റേറ്റീവ് അനാലിസിസ് എന്ന് പറയുമ്പോൾ ഒരു കമ്പാരിറ്റീവ് അനാലിസിസ് ആണ് നമ്മൾ ചെയ്യേണ്ടത്. ദെൻ അതിനുശേഷം കമ്പനി പ്രൊഫൈൽ റെഡി ചെയ്യുക എന്നുള്ളതാണ്. ഇതിനെല്ലാത്തിനും അനാലിസിസ് കഴിഞ്ഞതിന് ശേഷം ഒരു കമ്പനി പ്രൊഫൈൽ അറേഞ്ച് ചെയ്യുക എന്നുള്ളതാണ് ഫിഫ്ത്ത് സ്റ്റെപ്പിൽ പറയുന്നത്. അപ്പൊ ഇതാണ് ഇതിന്റെ സ്റ്റെപ്സ്. ദെൻ ഇതിന്റെ ടെക്നിക്സ് എന്ന് പറയുമ്പോൾ നമ്മളിവിടെ യൂസ് ചെയ്യുന്ന ടെക്നിക്സ് എന്ന് പറയുന്നത് ഒന്ന് വന്നിട്ട് ഫങ്ഷണൽ ഓർ ഡിപ്പാർട്ട്മെന്റൽ അനാലിസിസ് ആണ്. ഫങ്ഷണൽ ഓർ ഡിപ്പാർട്ട്മെന്റൽ അനാലിസിസ് എന്ന് പറയുമ്പോൾ ഡെലിഗേഷൻ എന്നുള്ള ഒരു പ്രിൻസിപ്പിളാണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. ഡെലിഗേഷൻ എന്ന് പറയുമ്പോൾ നമ്മളുടെ ബോട്ടം ലെവലിലുള്ള പേഴ്സൺസിന് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണല്ലോ ഡെലിഗേഷൻ എന്ന് പറയുന്നത്. സോ ആ ഡെലിഗേഷനിലൂടെ നമ്മുടെ ഓപ്പർച്യൂണിറ്റീസും ത്രെഡ്സും വന്നിട്ട് ഫൈൻഡ് ഔട്ട് ചെയ്യുക എന്നുള്ളതാണ്. ദെൻ സിനോറിയോ അനാലിസിസ് എന്ന് പറയുമ്പോൾ ഷോർട്ട് ടേം ആസ് വെൽ ആസ് ലോങ് ടേം ഡിസിഷൻസ് നമ്മൾ എടുക്കുന്ന സമയത്ത് ഏതിലാണ് നമ്മുടെ ഈ സിനോറിയോസ് കൂടുതലായിട്ട് വരുന്നത് കുറവായിട്ട് വരുന്നത് എന്നുള്ളത് അനാലിസിസ് ചെയ്യുക. ദെൻ ഇഷ്യൂ അനാലിസിസ് എന്ന് പറയുമ്പോൾ ഇന്റേണൽ ആസ് വെൽ ആസ് എക്സ്റ്റേണൽ ഫാക്ടേഴ്സിന്റെ അനാലിസിസ് ആണ് ഇവിടെ വരുന്നത്. ദെൻ എൻവയോൺമെന്റൽ ത്രെഡ്സ് ആൻഡ് ഓപ്പർച്യൂണിറ്റീസ് പ്രൊഫൈൽ എന്ന് പറയുമ്പോൾ ഈ ടെക്നിക്സ് ഒക്കെ യൂസ് ചെയ്തിട്ട് ഇവിടെ നമ്മൾ മിക്കവാറും യൂസ് ചെയ്യുന്നത് നമ്മുടെ EDOP എന്നുള്ള ഒരു ടെക്നിക്കാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ആ ടെക്നിക്കിന്റെ ബേസിസിൽ നമ്മളുടെ ഓപ്പർച്യൂണിറ്റീസും ത്രെഡ്സും മനസ്സിലാക്കുക. ദെൻ SWOT മെട്രിക്സിലൂടെ സ്ട്രെങ്ത്, വീക്ക്നെസ്, ഓപ്പർച്യൂണിറ്റീസ്, ത്രെഡ്സ് എന്ന മെട്രിക്സിലൂടെ നമ്മൾക്ക് സിസ്റ്റമാറ്റിക് ഫ്രെയിംവർക്കിലൂടെ നമ്മളുടെ ഓപ്പർച്യൂണിറ്റീസും ത്രെഡ്സും മനസ്സിലാക്കുക എന്നുള്ളതാണ്. ഓക്കെ, ഇത്രയാണ് ഇതിൽ വരുന്നത്. ദെൻ ഇതിൽ വരുന്ന നെക്സ്റ്റ് കൺസെപ്റ്റ് ആണ് ഓർഗനൈസേഷണൽ അപ്രൈസൽ എന്ന് പറയുന്നത്. ഓക്കെ, ഓർഗനൈസേഷണൽ അപ്രൈസൽ എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഓർഗനൈസേഷണൽ അപ്രൈസൽ ഇസ് ദ പ്രോസസ് ത്രൂ വിച്ച് മാനേജസ് അനാലിസിസ് ദ വേരിയസ് ഫാക്ടേഴ്സ് ഓഫ് ദയർ ഓർഗനൈസേഷൻ to evaluate their relative strength and weakness so as to meet the opportunities and threats of an environment എന്നുള്ളതാണ്. അതായത് ഇവിടെ വന്നിട്ട് മാനേജർ ആണ് ഓർഗനൈസേഷനിലത്തെ ത്രെഡ്സും വീക്ക്നെസ്സും എന്താണ് എന്നുള്ളത് മനസ്സിലാക്കുന്നത്. ഓക്കെ, ഇവിടെ വന്നിട്ട് ആരാ ചെയ്യുന്നത്? മാനേജേഴ്സ് ആണ് ഇവാലുവേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അതിന്റെ ബേസിസിൽ വേണം അവരുടെ ഓപ്പർച്യൂണിറ്റീസും ത്രെഡ്സും എൻവയോൺമെന്റിലൂടെ മീറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഓർഗനൈസേഷണൽ അപ്രൈസൽ എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് വരുന്നത് ഇതിന്റെ പ്രോസസ്സാണ്. ഓർഗനൈസേഷണൽ അപ്രൈസലിനും പ്രോസസ് ഉണ്ട്. ഒന്ന് വന്നിട്ട് നമ്മുടെ കീ ഫാക്ടേഴ്സ് ഐഡന്റിഫൈ ചെയ്യുക. അതായത് ത്രെഡ്സും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞില്ലേ, സോ നമ്മുടെ ത്രെഡ്സും ഓപ്പർച്യൂണിറ്റീസും ഒക്കെ നമുക്ക് ഉണ്ടാകും. സോ അതിന്റെ ബേസിസിൽ ഇതിൽ തന്നെ ഒരു കീ ഫാക്ടേഴ്സ് നമ്മൾ ഐഡന്റിഫൈ ചെയ്യുക. ലൈക്ക് നമ്മുടെ ഓർഗനൈസേഷന്റെ സ്ട്രക്ചറോ മാനേജ്മെന്റിന്റെ പാറ്റേൺസോ അല്ലെങ്കിൽ ഫിനാൻസോ എന്തെങ്കിലും ഒരു കാര്യങ്ങളായിരിക്കും നമ്മുടെ കീ ഫാക്ടർ ആയിട്ടുള്ളത്. ആ കീ ഫാക്ടർ ഐഡന്റിഫൈ ചെയ്യുക. ഓരോ ഓർഗനൈസേഷനും ഓരോ പോലെയാണ്. ഓക്കെ, കീ ഫാക്ടേഴ്സ് ഐഡന്റിഫൈ ചെയ്തതിനു ശേഷം അതിന് തന്നെ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കീ ഫാക്ടർ എടുക്കാം. മൊത്തം കീ ഫാക്ടർ ഐഡന്റിഫൈ ചെയ്തു, പിന്നെ അതിൽ വന്നിട്ട് ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കീ ഫാക്ടർ ഉണ്ടാകും, അത് ഐഡന്റിഫൈ ചെയ്യുക. ആ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കീ ഫാക്ടർ ഐഡന്റിഫൈ ചെയ്തതിനു ശേഷം അതിന്റെ സ്ട്രെങ്ത്തും വീക്ക്നെസ്സും എന്താണ് നമ്മുടെ ഓർഗനൈസേഷനിൽ വരുന്നത് എന്നുള്ളത് മനസ്സിലാക്കുക. അതിനുശേഷം അതിന്റെ ബേസിസിൽ ഒരു സ്ട്രാറ്റജിക് അഡ്വാൻറ്റേജ് പ്രൊഫൈൽ വന്നിട്ട് റെഡി ചെയ്യുക. റെഡി ചെയ്തതിന് ശേഷം അതിനുശേഷം നമ്മൾ ചെയ്യേണ്ടത് ഈ സ്ട്രാറ്റജിക് അഡ്വാൻറ്റേജ് പ്രൊഫൈലിന്റെ ബേസിസിൽ ഒരു സ്ട്രാറ്റജി വന്നിട്ട് നമ്മൾ കൊണ്ടുവരിക എന്നുള്ളതാണ്. ദെൻ അതിന് നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്തതിനു ശേഷം അതിൽ വരുന്ന കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കുക എന്നുള്ളതാണ് ഈ സ്റ്റെപ്സിൽ പറയുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് വരുന്ന കൺസെപ്റ്റ് ആണ് SWOT അനാലിസിസ് എന്ന് പറയുന്നത്. സ്ട്രെങ്ത്, വീക്ക്നെസ്, ഓപ്പർച്യൂണിറ്റീസ്, ത്രെഡ്സ് എന്നുള്ളത് ഇതിനെ നമ്മൾ SWOT അനാലിസിസ് എന്ന് പറയും. അതായത് ആ Tക്ക് പകരം C ഇട്ടിട്ട്, C എന്ന് പറയുന്നത് ചലഞ്ചസ് ആണ്. ഓക്കെ, സോ രണ്ടും ഒന്നാണ്.
ദെൻ SWOT അനാലിസിസ് ഓർ സ്വാക്ക് അനാലിസിസ് എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഇതെന്ന് പറയുന്നത് എക്സാമിനിങ് ദ ഓർഗനൈസേഷൻ ആൻഡ് ഇറ്റ്സ് എൻവറോൺമെന്റ് ഈസ് നോൺ എസ് SWOT അനാലിസിസ്. അതായത് ഒരു ഓർഗനൈസേഷനെ അതേപോലെ തന്നെ ഒരു എൻവറോൺമെന്റിനെ എക്സാമിൻ ചെയ്യുക എന്നുള്ളതിനെയാണ് നമ്മളുടെ SWOT അനാലിസിസ് എന്ന് പറയുന്നത്. ഓക്കെ, അസസ്മെന്റ് ചെയ്യുക. അതേപോലെ തന്നെ ഇതിനെ നമ്മൾ അസസ്മെന്റ് ചെയ്തതിലൂടെ അല്ലാതെ ഒരു കമ്പാരിറ്റീവ് നോക്കുക. ഓക്കെ, നമ്മുടെ സ്ട്രെങ്ത്തും വീക്ക്നെസ്സും തമ്മിലുള്ള ഒരു കമ്പാരിറ്റീവ് നോക്കുക. ഓക്കെ, സ്ട്രെങ്ത്തും വീക്ക്നെസ്സും ഓപ്പർച്യൂണിറ്റീസും ത്രെഡ്സും ഇത് തമ്മിലുള്ള ഒരു കമ്പാരിറ്റീവ് അസസ്മെന്റ് കൂടി നമ്മൾ നടത്തേണ്ടതായിട്ട് വരും. ദെൻ അതേപോലെ തന്നെ ഇതിൽ വരുന്നതാണ് ഒരു ലോജിക്കൽ റേഷണൽ തിങ്കിങ്ങിലൂടെയായിരിക്കും നമ്മൾ ഈ SWOT അനാലിസിസിനെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. സോ ഈ സ്ട്രെങ്ത് എന്ന് പറയുന്നത് എന്താണ്? സ്ട്രെങ്ത് എന്ന് പറയുമ്പോൾ ഓരോ ഓർഗനൈസേഷനും ഈ സ്ട്രെങ്ത് എന്ന് പറയുന്നത് ഡിഫറെന്റ് ആണ്. ഓക്കെ, മാനേജീരിയൽ പേഴ്സൺസോ അല്ലെങ്കിൽ നല്ല കപ്പാസിറ്റി ആയിട്ടുള്ള ഒരു മാനേജീരിയൽസ് അല്ലെങ്കിൽ നല്ലൊരു ടെക്നിക്കൽ ബെനിഫിറ്റ്സ് അല്ലെങ്കിൽ കോസ്റ്റ് എന്നുള്ളതൊക്കെയാണ് സ്ട്രെങ്ത്. വീക്ക്നെസ് എന്ന് പറയുമ്പോൾ ഇതെന്ന് പറയുന്നതും ഒരു ലിമിറ്റേഷൻസ് ആണ് ഓർഗനൈസേഷന്റെ, ഇൻകാപ്പബിലിറ്റി ആണ്. ലൈക്ക് എന്തെങ്കിലും ബ്രാൻഡ് ഇമേജസോ അല്ലെങ്കിൽ മാൻ പവേഴ്സിന്റെ കുറവോ അല്ലെങ്കിൽ ടെക്നിക്കലി വരുന്ന കുറവ് അല്ലെങ്കിൽ സ്കില്ല് കുറവായിട്ടുള്ള ലേബേഴ്സ് എന്നുള്ളതൊക്കെയാണ് വീക്ക്നെസ്. ദെൻ ഓപ്പർച്യൂണിറ്റീസും ത്രെഡ്സും എക്സ്റ്റേണൽ ആണ്, ഓർഗനൈസേഷന്റെ എക്സ്റ്റേണലിൽ വരുന്നതാണ്. ഓപ്പർച്യൂണിറ്റീസ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഗവൺമെന്റ് പോളിസീസ്, ഇൻഡസ്ട്രിയൽ പോളിസി, മോണിറ്ററി പോളിസി എന്നുള്ളതൊക്കെയാണ്. ത്രെഡ്സ് എന്ന് പറയുമ്പോൾ ലൈക്ക് നമ്മളുടെ പോളിസിയിൽ വരുന്ന എന്തെങ്കിലും റെസൊല്യൂഷൻ, ഓക്കെ, ഗവൺമെന്റ് പോളിസീസിൽ വരുന്ന എന്തെങ്കിലും റെസൊല്യൂഷൻസ്, പിന്നെ അതേപോലെ തന്നെ MRTPയിൽ വരുന്ന എന്തെങ്കിലും ചേഞ്ചസ്, ഇതൊക്കെ വന്നിട്ട് ഓർഗനൈസേഷന്റെ ത്രെഡ്സ് ആയിട്ടാണ് നമ്മൾ പറയുന്നത്. ഓക്കെ, സോ ഇവിടെ നിങ്ങൾക്ക് സ്ട്രെങ്ത്തും വീക്ക്നെസ്സും അതേപോലെ തന്നെ ഓപ്പർച്യൂണിറ്റീസും ത്രെഡ്സും ഇതിന്റെ ഒരു ടേബിൾ പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ എന്താണ് എന്നുള്ളതാണ്. സോ അത് നിങ്ങളൊന്ന് ജസ്റ്റ് നോക്കിയാൽ മതി. ഓക്കെ, സോ ഇത്രയാണ് നിങ്ങൾക്ക് എൻവറോൺമെന്റൽ അനാലിസിസ് എന്നുള്ള ചാപ്റ്ററിൽ മേജറായിട്ട് പഠിക്കാൻ വരുന്ന കാര്യങ്ങൾ. താങ്ക്സ് ഫോർ വാച്ചിങ്.